ഇപ്പോൾ UDF-ന്റെ നീക്കങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, വലിയ ആവേശവും വലിയ ഊർജ്ജവുമാണ് കിട്ടിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഊർജ്ജം നിയമസഭയിലേക്ക് പ്രവഹിപ്പിക്കാൻ കഴിയണം. അതിനു വേണ്ടുന്ന തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ്. ഉടൻ തന്നെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ നേതൃയോഗങ്ങൾ ഉണ്ടാവും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും പ്രധാന പ്രചരണായുധം എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. ദേശീയ തലത്തിൽ പോലും അതൊരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നു. ദേശീയ ഏജൻസികളുടെ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം കത്തിച്ചു നിർത്താൻ കൂടി വേണ്ടിയായിരിക്കില്ലേ? UDF-ഉം സജ്ജമാവുകയല്ലേ റോഷി? അരുൺകുമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായുണ്ട മുന്നേറ്റമാണ്. ഈ മുന്നേറ്റം അത് നിലനിർത്തണം. ആ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം അത് വല്ലാതെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് ഇത് പരമാവധി മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഏതാണ്ട് മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുവരെ രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വലിയ ജനകീയ സമരങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള ആലോചനയാണ് UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. വളരെ അടുത്ത ദിവസം തന്നെ KPCC-യും UDF-ഉം യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുന്നതിനൊപ്പം തന്നെ ഇനി സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാനുള്ള ആലോചനയാണ് KPCC നടത്തുന്നത്. തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഈ തവണ സംസ്ഥാനത്ത് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന മുന്നണിയാവുക എന്നത് തന്നെയാണ്. നേരത്തെയൊക്കെ അങ്ങനെ തന്ത്രങ്ങൾ പയറ്റുമ്പോൾ അത് ഗുണകരമായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ്. അത് പലയിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പിൽ, അത് പാലക്കാടാവട്ടെ, നിലമ്പൂരാവട്ടെ, അങ്ങനെ ഓരോ തൃക്കാക്കരയാകട്ടെ എല്ലായിടത്തും സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചത് നേട്ടമായെന്ന വിലയിരുത്തലാണ്. സമാനമായ രീതി തന്നെയായിരിക്കും ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF. വലിയ ആത്മവിശ്വാസം തന്നെയുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉയർത്തും. കടകംപള്ളി സുരേന്ദ്രനെ പ്രതിയാക്കണമെന്ന ആവശ്യമുയർത്തിയുള്ള പ്രക്ഷോഭങ്ങളാണ് UDF ആലോചിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കാൻ പോകുന്നു. അതിനിടയിൽ ഇനി എന്തും സംഭവിക്കാം. 2-3 മാസങ്ങളുണ്ട്. അന്വേഷണം ആരിലേക്കൊക്കെ വന്നു കയറും, ഏതൊക്കെ രീതിയിലേക്ക് പോകും എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതേസമയം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാരും സർവായുധങ്ങളും എടുക്കുമെന്നതും ഉറപ്പാണ്. ഒരു ജീവൻ മരണ പോരാട്ടമാണ് UDF-നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും.